കഴിഞ്ഞ സിനിമാക്കോണിൽ മാർവലിൻ്റെ ചില അപ്ഡേറ്റ്സ് എല്ലാം വന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പോർഷൻ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റേതായിരുന്നു. ആ മൂവിയുടെ ആദ്യത്തെ 9 മിനിറ്റ് അവിടെ എല്ലാവർക്കും പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിലവിൽ ആർക്കും അവൈലബിൾ അല്ല. അത് ഒഫീഷ്യലി ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. മിക്കവാറും റിലീസിന് ഒരാഴ്ച മുമ്പേ തന്നെ അത് ഒഫീഷ്യലി റിലീസ് ചെയ്യുമായിരിക്കാം. എങ്കിലും ഇവിടെ ഇട്ട് കാണിച്ച ഓപ്പണിംഗ് സീക്വൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതനുസരിച്ച് ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജിയർ മ്യൂസിക് പ്ലേ ആവുന്നു. വെയ്ഡ് വിൽസൺ ഇപ്പോൾ ഒരു ജോലിയുണ്ട്. അയാൾ കാഴ്സ് വിൽക്കുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി തൻ്റെ സൂപ്പർ ഹീറോ ലൈഫിൽ നിന്നും റിട്ടയർ ആയിട്ടുള്ള ഒരു ഡെഡ്പൂളിനെയാണ് ഇവിടെ വെയ്ഡ് വിൽസണിലൂടെ കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ക്ലിയർ അല്ല. മേ ബി ആ ക്യാരക്ടറുടെ ബിഹേവിയർ കാരണം വേറെ ആർക്കും പ്രോബ്ലംസ് ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ വെയ്ഡ് വിൽസൺ തൻ്റെ ഡെഡ്പൂൾ ലൈഫിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇവിടെ ഈ ഒരു പടത്തിൽ വെയ്ഡ് വിൽസൻ്റെ കൂടെ ലാസ്റ്റ് പടത്തിൽ എക്സ്പോഴ്സിൽ ഉണ്ടായിരുന്ന പീറ്ററും ഉണ്ട്. വെയ്ഡ് വിൽസൻ്റെ കമ്പനിയിൽ തന്നെയാണ് ആ ക്യാരക്ടറും ജോലി ചെയ്യുന്നത്. പീറ്റർ പലതവണ വെയ്ഡ് വിൽസനെ ഡെഡ്പൂൾ ആവാൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ വെയ്ഡ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ഈ മൂവി ഒരു പക്ക R-rated ആയിരിക്കുമെന്ന് കെവിൻ ഫെയ്ഗി പലതവണ സിനിമാക്കോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പാനൽ കെവിൻ ഫെയ്ഗി അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അല്ലാത്ത പക്ഷം ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങനെയൊക്കെ സംസാരിക്കാൻ ആർക്കും പറ്റില്ല. ഈ പടം എത്രത്തോളം R-rated ആയിരിക്കുമെന്ന് ഈ ഒരു 9 മിനിറ്റ് ഫൂട്ടേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. R-rated ആയിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് അവിടെ പറയുന്നുണ്ട്. വെയ്ഡ് വിൽസൺ ജോലി ചെയ്യുന്നത് ഒരു യൂസ്ഡ് കാർസ് കമ്പനിയിലാണ്. ഒരു ഫാമിലിയായി ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ അവരുടെ കുട്ടികളിരിക്കെ വെയ്ഡ് വിൽസൺ R-rated ആയിട്ടുള്ള കുറേ ജോക്സ് എല്ലാം പറയുന്നുണ്ട്. അതിൽ ഒട്ടും തൃപ്തരല്ലാത്ത ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് ആ സീനിൽ കാണാൻ പറ്റും. വെയ്ഡ് വിൽസൺ തൻ്റെ പുതിയ ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിലൊരു പരാജയമാണ്. ആ ഫാമിലിക്ക് കാർ വിൽക്കാനൊന്നും അയാൾക്ക് പറ്റുന്നില്ല. പീറ്ററിന് വെയ്ഡ് വിൽസൺ വീണ്ടും ഡെഡ്പൂളായി കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെയ്ഡിന് തിരിച്ചു വരണമെന്ന് തോന്നിയാൽ അതിനുവേണ്ടി ഡെഡ്പൂളിൻ്റെ കോസ്റ്റ്യൂം ലോക്കർ റൂമിൽ പീറ്റർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കാർ സെല്ല് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന വെയ്ഡ് വിൽസൺ ലോക്കർ റൂമിൽ ഇരിക്കുന്നത് കാണുന്ന പീറ്റർ വെയ്ഡിനോട് വീണ്ടും ഡെഡ്പൂൾ ആവാൻ പറയുന്നുണ്ടെങ്കിലും വെയ്ഡ് താൻ വിരമിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് ന്യൂയോർക്കിലൂടെ ഇവർ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ വി ആർ ഡെഡ്പൂൾ എന്നൊക്കെ പറയുന്നതും വെയ്ഡ് അതിനെ എതിർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ സ്ട്രീറ്റിൽ നിന്ന് ആരോ വെയ്ഡ് വിൽസൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന ഡെഡ്പൂൾ ആയിരുന്നു അതെങ്കിൽ അവന്മാരുടെ കാര്യം ഇന്ന് തീരുമാനമായേനെ. ആ ഫോട്ടോ എടുക്കുന്നത് വെയ്ഡ് വിൽസൺ കാണുന്നുണ്ടെങ്കിലും ഓൾറെഡി അയാൾ റിട്ടയർ ആയതുകൊണ്ട് തന്നെ അതിനെ വിട്ടുകളയുന്നു. അന്ന് വെയ്ഡ് വിൽസൻ്റെ ബർത്ത്ഡേ ആണ്. അവർ വെയ്ഡിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫോക്സ് യൂണിവേഴ്സിൽ ഡെഡ്പൂൾ മൂവീസിൽ കണ്ട എല്ലാ ക്യാരക്ടേഴ്സും അവിടെ ഉണ്ട്. നമുക്ക് ഈ സീനാണ് ട്രെയിലറിൽ കാണാൻ പറ്റുന്നത്. പോസിബിളി ഈ ക്യാരക്ടേഴ്സിനെ വൺ ലാസ്റ്റ് ടൈം സ്ക്രീനിൽ കാണാനും അവരോട് ഗുഡ് ബൈ പറയാനും ആവാം ഇങ്ങനെ ഒരു സീൻ പ്ലാൻ ചെയ്തത്. ലൈക്ക് അവർക്കെല്ലാവർക്കും കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് ആയിരിക്കാം ഈ സീൻ. ഇവിടെ ഡെഡ്പൂളിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വെനേസയെ കാണിച്ചിരിക്കുന്നത് അവരിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടല്ല. പകരം അവർ ബ്രേക്കപ്പ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെനേസ് ഇപ്പോൾ വേറൊരാളായിട്ട് റിലേഷനിലാണ്. അവിടെ ബ്ലൈൻഡേയും മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെയ്ഡ് അതിനെ തടയുന്നു. ഫെയ്ഗി നിർത്താൻ പറഞ്ഞ ഒരേ ഒരു കാര്യം മയക്കുമരുന്നാണെന്നും വെയ്ഡ് പറയുന്നുണ്ട്. ആക്ച്വലി ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ടീസ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ട്രെയിലറിൽ കാണുന്ന സീനുകളും അവിടെ വെയ്ഡ് വിൽസൺ അവരോട് സംസാരിക്കുന്നതെല്ലാം കാണിക്കുന്നു. ഈ ഒരു ലൈഫ് ശരിക്കും വെയ്ഡ് വിൽസൺ ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളായി അയാൾ സന്തോഷമില്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ശരിക്കും വെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കേക്ക് മുറിക്കാൻ പോകുന്ന വെയ്ഡിൻ്റെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നതായി കാണിക്കുന്നു. ട്രെയിലറിൽ കാണിക്കുന്ന സീൻ ഇറ്റ്സ് TVA. മിനിറ്റ്സ്മാനെ ആദ്യമായി കാണുമ്പോൾ വെയ്ഡിന് അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയും വെയ്ഡ് വിൽസൺ കുറേ ജോക്കെല്ലാം അടിക്കുന്നുണ്ട്. ആ സമയത്താണ് TVA മിനിറ്റ്സ്മാൻ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് വെയ്ഡിനെ അതിൻ്റെ അകത്തേക്ക് തള്ളിക്കൊണ്ട് പോകുന്നത്. പിന്നീട് വെയ്ഡ് എണീക്കുമ്പോൾ ആദ്യം കാണുന്നത് പാരഡോക്സിനെയാണ്. പാരഡോക്സ് ആരാണെന്ന് മുമ്പത്തെ വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ സാക്രഡ് ടൈം ലൈനിൻ്റെ ഡിഫൻഡേഴ്സ് ആണെന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ MCUയിൽ ഇപ്പോൾ സാക്രഡ് ടൈം ലൈൻ ഇല്ല. പകരം അതൊരു മൾട്ടിവേഴ്സൽ ടൈം ലൈൻ ആണ്. ഇനി സാക്രഡ് ടൈം ലൈൻ ആണെങ്കിൽ തന്നെ അവിടെ മൾട്ടിവേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു മൾട്ടിവേഴ്സൽ ക്യാരക്ടറിനെ കാണിക്കാൻ പറ്റുന്നത്? ഇനി അങ്ങനെ കാണിച്ചാൽ തന്നെ TVA മിനിറ്റ്സ്മാൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അയാളെ പ്രൂൺ ചെയ്ത് സാക്രഡ് ടൈം ലൈനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവർ അവിടെ വന്നത് അതിന് വേണ്ടിയിട്ടല്ല. പകരം വെയ്ഡിനെ പിടിച്ചുകൊണ്ടുപോയി പാരഡോക്സിൻ്റെ അടുത്തിരുത്തുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇതിനുള്ള എക്സ്പ്ലനേഷൻ മൂവിയിൽ തരുമായിരിക്കാം. ഇവിടെ പാരഡോക്സ് അവർ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയ്ഡ് വിൽസൺ അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. ഇടയിൽ കയറി താൻ കേബിളിൻ്റെ ടൈം ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ വെയ്ഡ് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി വെയ്ഡ് വിൽസൺ നടത്തിയ ടൈം ട്രാവലിനെ കുറിച്ചെല്ലാം TVA അവെയർ ആണ്. പക്ഷേ അതിലവർ കേടല്ല. പകരം പാരഡോക്സ് കേടായിട്ടുള്ളത് മൊത്തം ടൈം ലൈനിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. എൻ്റയർ ടൈം ലൈൻ ഇവിടെ എന്തോ ഡേഞ്ചറിലാണ്. വെയ്ഡിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ടൈം ലൈനെ രക്ഷിക്കാനാണ്. വെയ്ഡ് വിൽസണ് ആ ഒരു ടൈം ലൈനെ രക്ഷിക്കാൻ പറ്റും. അതായത് വെയ്ഡിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഒരു ഹയർ പർപ്പസിനാണ്. ആ ഒരു എൻ്റയർ സാക്രഡ് ടൈം ലൈനെ ഇവിടെ രക്ഷിക്കാൻ ഒരാൾക്കേ പറ്റൂ. അത് വെയ്ഡ് വിൽസണിനാണ്.
MCUവിനെ കുറിച്ച് സംസാരിക്കുന്ന വെയ്ഡ് വിൽസൺ പാരഡോക്സ് MCUയുടെ ഈവൻസിൻ്റെ കുറച്ച് ഫൂട്ടേജസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു സീക്വൻസ് ട്രെയിലറിൽ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സീക്വൻസിൽ വെയ്ഡ് വിൽസൺ സല്യൂട്ട് ചെയ്യുന്നതെല്ലാം കാണാം. അതുപോലെ മറ്റൊരു സ്പെഷ്യൽ ക്ലിപ്പ് കൂടി അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തോർ 2 മൂവിയിൽ തോറിൻ്റെ കയ്യിൽ കിടന്ന് മരിക്കുന്ന ലോക്കിയെ നോക്കി തോർ കരയുന്ന ക്ലിപ്പാണ്. എന്നാൽ ലോക്കിയുടെ സ്ഥാനത്ത് അവിടെയുള്ളത് ഡെഡ്പൂൾ ആണ്. അതായത് ലോക്കിക്ക് പകരം ഡെഡ്പൂൾ മരിക്കുന്നത് കണ്ടുകൊണ്ടാണ് തോർ അവിടെ കരയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു സീൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതും തോറായിട്ട് റിലേറ്റ് ചെയ്ത് എന്തിനാണ് കാണിക്കുന്നത്? പോരാത്തതിന് തോർ 2ൻ്റെ സീക്വൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മൾട്ടിവേഴ്സിൽ നടക്കുന്ന ഇൻഫിനിറ്റ് പോസിബിലിറ്റീസിൽ ഒരു പോസിബിലിറ്റി ആയിരിക്കും അത്. ഇനി ഡെഡ്പൂൾ ടൈം ലൈനിൽ ചേഞ്ചസ് വരുത്തിയത് വഴി വരാൻ പോകുന്ന മാറ്റങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ഇതിനി നടക്കാൻ പോകുന്ന ഡെഡ്പൂളിൻ്റെ ഫ്യൂച്ചർ ആയിരിക്കും. അതായത് സീക്രട്ട് വാഴ്സിന് ശേഷം എന്തായാലും MCU ഒരു റീബൂട്ട് എടുക്കും. റീബൂട്ട് നടന്നാൽ ഈ ക്യാരക്ടേഴ്സും ആക്ടേഴ്സും ഒന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല. ഒരു പുതിയ വേൾഡ് പോലെയായിരിക്കും പിന്നീട് MCUവിനെ പോർട്രേ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ നടക്കുന്നതിന് മുമ്പ് ഡെഡ്പൂളിൻ്റെ ക്യാരക്ടർ എൻഡിങ്ങിന് വേണ്ടി ആ ക്യാരക്ടറിനെ കൊല്ലുമെന്നത് ഫോർഷാഡോ ചെയ്ത് പറയുന്നതാണോ? പക്ഷേ ഡെഡ്പൂൾ എങ്ങനെയാണ് മരിക്കുന്നത്? മേ ബി അതിനൊരു റീസണും ചിലപ്പോൾ ഫ്യൂച്ചറിൽ തരുമായിരിക്കാം. നമ്മളെപ്പോലെ തന്നെ വെയ്ഡ് വിൽസണും ആ ഒരു സീൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആ ക്യാരക്ടറും ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്. ഈ സമയത്ത് പാരഡോക്സ് വെയ്ഡ് വിൽസനെ MCUവിലേക്ക് കയറ്റിവിടാൻ റെഡിയാകുന്നു. അതായത് ഡെഡ്പൂൾ ഫോക്സ് വിട്ട് MCUവിലേക്ക് വരാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫോക്സിൽ ഡെഡ്പൂൾ ഉണ്ടാവില്ല. ഡെഡ്പൂൾ കാരണം അവിടെയുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവർ അവിടെ സേഫായിരിക്കും. വെനേസ ഉൾപ്പെടെ എല്ലാവരും അവിടെ മേ ബി ഒരു നോർമൽ ലൈഫായിരിക്കും ഇനി ജീവിക്കുന്നത്. ഇവിടെ വെയ്ഡ് വിൽസന് ഡെഡ്പൂളായും ജീവിക്കാം. ഡെഡ്പൂൾ ജീവിക്കാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ഇവിടെ ഈ ഒരു യൂണിവേഴ്സിൽ വെയ്ഡ് വിൽസന് കിട്ടും. വെയ്ഡ് വിൽസൺ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ പാർട്ടാവാൻ പോകണമെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ട്രെയിലർ കണ്ട ഐ ആം മാർവൽ മെസ്സിയ, ഐ ആം മാർവൽ ജീസസ് സീൻ വരുന്നത്. തുടർന്ന് വെയ്ഡ് വിൽസൺ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ഓടി വന്ന് ഒരു മൈക്രോഫോൺ എടുത്ത് താൻ ഒഫീഷ്യലി ഡിസ്നിലാൻഡിലേക്ക് പോവാണെന്ന് കൺഫേം ചെയ്യുന്നത് കാണാം. അവിടെയും ഡെഡ്പൂൾ R-rated ആയിട്ടുള്ള ലാംഗ്വേജസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലാസ്റ്റ് ടൈം ഡെഡ്പൂൾ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഓഡിയൻസിനോട് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ MCUവിലേക്ക് വരുന്നതിൽ ഡെഡ്പൂളും എക്സൈറ്റഡ് ആണ്. ആ ക്യാരക്ടർ വരാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. തുടർന്ന് ഡെഡ്പൂളിന് ഒരു പുതിയ സ്യൂട്ട് കൊടുക്കുന്നു. കൂടാതെ അഡമാൻഡിയത്തിൻ്റെ കാത്തനാസും കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡമാൻഡിയം ഈ ഒരു മൂവിയിലൂടെ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. MCUയുടെ അകത്തേക്ക് അത് ആദ്യം കൊണ്ടുവരുന്നത് ഡെഡ്പൂളാണ്. പക്ഷേ ഈ ഒരു അഡമാൻഡിയം കാത്തനാസ് TVക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. കൂടാതെ MCU അഡമാൻഡിയത്തെ ബേസ് ചെയ്ത് ഒരു സ്റ്റോറിയും പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക 4ൽ ആ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുമെന്നാണ് തിയറികളും ലീക്കുകളും റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. നിലവിലെ ലീക്ക് പ്രകാരം അഡമാൻഡിയത്തിന് സെലസ്റ്റിയലായി കണക്ഷൻ ഉണ്ടാവുമെന്നും പറയുന്നു. കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചറിൽ TVയെയും അവിടെ നിന്നാണ് അഡമാൻഡിയം എടുത്തതെന്നും പറയാം. ഡെഡ്പൂളിന് സ്യൂട്ട് കൊടുക്കുന്ന സീനിന് ശേഷം ഒരു ചെറിയ വോൾവറിൻ സീക്വൻസും അവിടെ ഓഡിയൻസിനും പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വോൾവറിൻ തൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെയാണുള്ളത്. ആ ഒരു കോസ്റ്റ്യൂം വേറെ ലെവലാണെന്നാണ് പറയുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ട വോൾവറിൻ ഡെഡ്പൂൾ സീക്വൻസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്ലിപ്പാണത്. അതിൽ ഡെഡ്പൂളും വോൾവറിനും ഒരു കാറിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡെഡ്പൂൾ വോൾവറിൻ്റെ സ്യൂട്ട് നോക്കി വോൾവറിനെ കളിയാക്കുന്നുണ്ട്. എക്സ്മെൻ പറഞ്ഞിട്ടാണ് ആ ഒരു സ്യൂട്ട് ഇട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ വോൾവറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡെഡ്പൂളിനെയും നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ വോൾവറിൻ മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആ ഒരു 9 മിനിറ്റ് ഫൂട്ടേജിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇവിടെ വോൾവറിൻ്റെ ഫസ്റ്റ് ലുക്കും ആ ഒരു ഷോയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് വിത്ത് മാസ്കുള്ള ലുക്കും നമുക്കവിടെ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ച് അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റ് ഫോട്ടോസിൽ നിന്ന് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്നായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആക്കാൻ ഇനി സാധിക്കില്ലെന്ന് തോന്നുന്നു. അത്രയും കിടുവായിട്ടാണ് ഇവിടെ ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മൂവിയിലും ഉള്ളതെങ്കിൽ വേറെ ലെവലായിരിക്കും. ആക്ച്വലി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ മൂവിയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് റോഡ് ട്രിപ്പ് മൂവി പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ആയിരുന്നു മൂവിയിൽ ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് മാറ്റം വരുത്തി. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ പൂർണ്ണമായും ഒഴിവാക്കൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ പ്ലോട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഫൈനൽ ഡ്രാഫ്റ്റിലും കാണാൻ പറ്റും. മേ ബി ആ ഒരു റോഡ് ട്രിപ്പ് ഇൻസ്പയർഡ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കാം ഈ മൂവിയിൽ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ച സീക്വൻസ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളിവിടെ ഈ ഒരു കാർ സീക്വൻസ് കാണുന്നത്. പോസ്റ്റേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പോലെ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. നമ്മൾ കൊടുത്ത ഹൈപ്പിന് ഈ ഒരു പടം ഉണ്ടോ എന്ന് ജൂലൈയിൽ അറിയാൻ സാധിക്കും. ഈ പടം ഒരു സക്സസ് ആവട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സിനിമയിൽ വോൾവറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരെ കാണാനാണ് ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ നെക്സ്റ്റ് ടൈം തന്നെ വീഡിയോ ഗൈസ്. ദിസ് ഇസ് CG സൈനിങ് ഓഫ്.